ഹായ് ഗൈസ്, വെൽക്കം ടു സ്റ്റഡി വെൽ വിത്ത് മീ. ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇന്ദിര സാൻഡ് എഴുതിയ ഹെർ ഡ്രീം എന്ന പോയമാണ്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഒട്ടും ലേറ്റ് ആക്കാതെ തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഹെർ ഡ്രീം ബൈ ഇന്ദിര സാൻഡ്. ഇന്ദിര സാൻഡിനെ പറ്റി നോക്കുകയാണെങ്കിൽ മഹാരാഷ്ട്രയിൽ നിന്നുള്ള പ്രമുഖ മറാത്തി കവയിത്രിയാണ് ഇന്ദിര സാൻഡ്. ഇവർ ജനിക്കുന്നത് 1914 മരണപ്പെടുന്നത് 2000. അവർ മാരി ചെയ്തത് സഹകവിയായ നാരായണൻ സാൻഡിനെയാണ്. ഇനി നമുക്ക് ഇവരുടെ റൈറ്റിംഗ് സ്റ്റൈൽ നോക്കുകയാണെങ്കിൽ പലപ്പോഴും ആധുനികതയ്ക്കും പ്രണയത്തിനും ഇടയിലുള്ള അവരുടെ കൃതികൾ ഭാര്യമാരുടെയും അമ്മമാരുടെയും പെൺമക്കളുടെയും കഷ്ടപ്പാടുകളും ഒക്കെ കേന്ദ്രീകരിച്ചിട്ടുള്ളതാണ്. ഇത് അവരെ എന്താക്കി മാറ്റി? ഒരു പ്രധാന സ്ത്രീവാദ ശബ്ദമാക്കി മാറ്റി. നമ്മൾ നോക്കാൻ പോകുന്ന ഹെർ ഡ്രീം എന്ന കവിത ഒരു വിഡോ ആയിട്ടുള്ള ഒരു ലേഡിയെ കുറിച്ചിട്ടാണ് പറയുന്നത്. അവരുടെ ഭർത്താവ് മരിച്ചതിന് ശേഷം അവരുടെ ജീവിതം എന്തായിരിക്കുന്നു എന്നാണ് വായനക്കാർക്ക് എഴുത്തുകാരി കാണിച്ചു തരുന്നത്. ഇനി പോയം എക്സ്പ്ലെയിൻ ചെയ്യാം. ഹെർ ഡ്രീം. ഹെർ ഡ്രീം ലൈക്ക് ദ ഡ്രീം ഓഫ് എ ഡസൻ അതർ വുമൺ. അവളുടെ സ്വപ്നം മറ്റ് സ്ത്രീകളുടേതുപോലെ സാധാരണമായിരുന്നു. അവൾ വിഡോ ആണെങ്കിലും വലിയ വലിയ ആഗ്രഹങ്ങളൊന്നും അവൾക്കില്ലായിരുന്നു. നമ്മളെപ്പോലെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ തന്നെ അവൾക്കുള്ളൂ. എ ഫുൾ പ്ലേറ്റ് ഡെലീഷ്യസ്ലി ഫുൾ. അവൾ ആഗ്രഹിച്ചത് രുചികരമായിട്ടുള്ള ഒരു ഫുൾ പ്ലേറ്റ് ഭക്ഷണമാണ്. ഇതൊരു സിംബോളിസമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, എ ഫുൾ പ്ലേറ്റ് എന്നുള്ളത്. Places to go, things to do, morning and evening. അടുത്ത ആഗ്രഹം എന്താണ്? രാവിലെയും വൈകുന്നേരങ്ങളിലുമായി പുറത്തിറങ്ങാൻ, സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടി പുറത്തിറങ്ങാനും അവൾക്കിഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ചെയ്യാനൊക്കെയാണ് അവളുടെ ആഗ്രഹം. നീറ്റ്ലി അയേൺഡ് ക്ലോത്ത്സ്, എ നൈസ്ലി ഫർണിഷ്ഡ് ഹോം. നന്നായി നല്ല നീറ്റായിട്ട് അയൺ ചെയ്തിട്ടുള്ള വസ്ത്രം ധരിക്കാനും നല്ല രീതിയിൽ നല്ല സൗകര്യത്തോടു കൂടിയുള്ള വീട്ടിൽ താമസിക്കാനൊക്കെയാണ് അവളുടെ ആഗ്രഹം. ഇതൊക്കെ എല്ലാ സ്ത്രീകൾക്കുമുള്ള നോർമലായിട്ടുള്ള ഡ്രീംസാണ്. സംടൈംസ് എ പ്ലേ, സംടൈംസ് എ കൺസേർട്ട് വിത്ത് ദ ബെസ്റ്റ് സീറ്റ്സ്. ചിലപ്പോൾ നാടകം, പ്ലേ. ചിലപ്പോൾ കച്ചേരി, കൺസേർട്ട് എന്ന് പറഞ്ഞാൽ കച്ചേരി. ചിലപ്പോൾ നാടകം, ചിലപ്പോൾ കച്ചേരി ഒക്കെ കാണാനായി നല്ല ഇരിപ്പിടങ്ങൾ അവൾ ആഗ്രഹിച്ചു. ഓൾ ദ ഹാപ്പിനെസ് ഇൻ ദ വേൾഡ് ഓൺ എ മീഗർ ഇൻകം. അതായത് തുച്ഛമായിട്ടുള്ള വരുമാനമാണ് അവൾക്ക് ലഭിച്ചതെങ്കിലും ലോകത്തിലെ മുഴുവൻ സന്തോഷങ്ങളും അനുഭവിക്കാനായിരുന്നു അവളുടെ ആഗ്രഹം. അവളുടെ വരുമാനം ചെറുതാണെങ്കിലും അവൾക്ക് വേണം? സന്തോഷങ്ങൾ അനുഭവിക്കാൻ വേണ്ടിയിട്ട് അവൾക്ക് നല്ല ആഗ്രഹമുണ്ട്. ലാഫർ ആൻഡ് ടീസിങ്, ടോക്ക് ആൻഡ് ചാറ്റർ. ചിരിയും കളിയും ഒക്കെയായി സന്തോഷം നിറഞ്ഞ കോൺവെർസേഷൻസും ഒക്കെ അവളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണമെന്ന് അവൾ കരുതി, അവൾ ആഗ്രഹിച്ചു. ഹെർ ഡ്രീം ലൈക്ക് ദി ഡ്രീംസ് ഓഫ് എ ഡസൻ അതർ വുമൺ. അവൾ പിന്നെയും പറയുകയാണ്, അവളുടെ സ്വപ്നം മറ്റ് സാധാരണ സ്ത്രീകളുടെ സ്വപ്നം പോലെ തന്നെ ഉള്ളതാണ്. നോർമലായിട്ടുള്ള സ്വപ്നങ്ങൾ മാത്രമേ അവൾക്കുള്ളൂ. ബട്ട് ഷീ വോക്ക് അപ്പ് ബിഫോർ ദ ഡ്രീം ബിഗാൻ. എന്നിരുന്നാലും അവളുടെ സ്വപ്നങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവൾ ഉണർന്നിരുന്നു. ഇതിനർത്ഥം അവളുടെ സ്വപ്നം യാഥാർത്ഥ്യമായിരിക്കാൻ പോലും അവസരമില്ലാതായി പോയി. ആൻഡ് ദെൻ ഷീ നെവർ ഫെൽ അസ്ലീപ്പ് എഗെയിൻ. അതിനുശേഷം അവൾ ചെയ്തില്ല? വീണ്ടും ഉറങ്ങുകയോ സ്വപ്നം കാണുകയോ ചെയ്തില്ല. ഇതിനർത്ഥം ഇവൾക്ക് സ്വപ്നങ്ങളും പ്രതീക്ഷകളും കാണാനാകുന്നില്ല. കാരണം അവളുടെ ജീവിതം വളരെ സങ്കടകരമാണെന്നാണ് പറയുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു വിധവയായിട്ടുള്ള സ്ത്രീയെ പറ്റിയിട്ടാണ് കവിതയിൽ പറയുന്നത്. അവരുടെ നെയിമൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല. ആ സ്ത്രീ എല്ലാ സ്ത്രീകളെയും പോലെ നോർമലായിട്ടുള്ള കുറച്ച് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെയാണ് ഈ വിഡോ ആയിട്ടുള്ള സ്ത്രീക്ക് ഉള്ളത്. എന്തൊക്കെയാണ് അവരുടെ സ്വപ്നങ്ങൾ? ഡെലീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കണം, നല്ല സൗകര്യങ്ങളോട് കൂടിയ വീട് വേണം, രാവിലെയും വൈകുന്നേരം ചെയ്യണം? പുറത്ത് പോയിട്ട് സ്ഥലങ്ങളുടെ ഭംഗിയൊക്കെ
ആസ്വദിക്കാൻ കഴിയണം. പിന്നെ ചിരിയും സന്തോഷങ്ങളും നിറഞ്ഞ വർത്തമാനം, നാടകവും കച്ചേരിയും ഒക്കെ കാണാനായിട്ട് നല്ലൊരു സീറ്റ് വേണം. ഇതൊക്കെയാണ് അവളുടെ ആഗ്രഹങ്ങൾ. ഇവയൊക്കെ എന്താണ്, ഏതൊരു സാധാരണക്കാരിയായ സ്ത്രീകൾ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. പക്ഷേ ഇതൊന്നും അവളുടെ ഭർത്താവിൻ്റെ മരണശേഷം അവൾക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞില്ല, ആസ്വദിക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. അതുകൊണ്ട് തന്നെ അവളുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ അവിടെ എൻഡ് ചെയ്തു, അല്ലെ, അവസാനിച്ചു. ഈ സ്ത്രീയുടെ ജീവിതവും നിലനിൽപ്പും ഭർത്താവിനെ ഡിപ്പെൻഡ് ചെയ്തതായിരുന്നത് കൊണ്ട് അവർക്ക് അവരുടെ സ്വത്വം നഷ്ടപ്പെട്ടു. അത്തരത്തിലുള്ള ഒരു സാധാരണ ഇന്ത്യൻ വിധവയെയാണ് നമ്മുടെ പോയറ്റ് പ്രതിനിധീകരിക്കുന്നത്. ഭർത്താവ് നഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ അവർക്ക് സാമൂഹിക സ്റ്റാറ്റസ് നഷ്ടപ്പെടുകയും, അതായത് സമൂഹത്തിലെ പദവി നഷ്ടപ്പെടുകയും, വിവാഹത്തിൻ്റെ ലളിതമായിട്ടുള്ള സന്തോഷങ്ങളിൽ പങ്കുചേരാൻ കഴിയാതെ വരികയും ചെയ്യുന്നു. ഭർത്താവിൻ്റെ മരണശേഷം അവളുടെ സന്തോഷം ഇല്ലാതായി. സ്വപ്നം കാണാൻ കഴിയാതെ അവൾ അസ്വസ്ഥയായി. ഉറക്കം പോലും അവൾക്ക് എന്തായി, നഷ്ടപ്പെട്ടു. വിശ്രമമോ ശാന്തതയോ ഇല്ലാതെ അവളുടെ ജീവിതം എന്തായി, നിരാശയായി മാറി. താൻ വളരെയധികം സ്നേഹിച്ച, തന്നെ ലാളിച്ച ഭർത്താവിനെ നഷ്ടപ്പെട്ടപ്പോൾ അവൾക്ക് നിരാശയും അസ്വസ്ഥതയുമാണ് തോന്നിയത്. ഇനി തീംസ് നോക്കുകയാണെങ്കിൽ, ലോസ്റ്റ് ഐഡൻറ്റിറ്റി. ഭർത്താവിൻ്റെ മരണശേഷം അവൾക്ക് എന്ത് നഷ്ടപ്പെട്ടു, സോഷ്യൽ സ്റ്റാറ്റസും ഐഡൻറ്റിറ്റിയും നഷ്ടപ്പെട്ടു. അതാണ് ലോസ്റ്റ് ഐഡൻറ്റിറ്റി. അടുത്തത് സിമ്പിൾ ഡിസയർ. അവൾക്കുണ്ടായിരുന്നത് വളരെ ലളിതമായിട്ടുള്ള ആഗ്രഹങ്ങളായിരുന്നു, അല്ലേ. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഡിലീഷ്യസ് ആയിട്ടുള്ള ഫുഡ് വേണം, നല്ല സൗകര്യങ്ങളോട് കൂടിയ വീട്, പിന്നെ രാവിലെയും വൈകുന്നേരം ഒന്ന് പുറത്തു പോയിട്ട് സ്ഥലങ്ങളുടെ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിക്കണം, ചിരിച്ചും കളിച്ചും മറ്റുള്ളവരോട് വർത്തമാനം പറയണം, പിന്നെ നാടകങ്ങളും കച്ചേരികളൊക്കെ കാണുന്ന സമയത്ത് നല്ലൊരു സീറ്റ് വേണം. അതൊക്കെയാണ് അവളുടെ സിമ്പിളായിട്ടുള്ള ഡിസയർ. ഹസ്ബൻഡിൻ്റെ മരണശേഷം അവൾക്ക് എന്താണ്, അതിനൊന്നും പറ്റുന്നില്ല. നെക്സ്റ്റ് ഹാർഷ് റിയാലിറ്റി. ഹാർഷ് റിയാലിറ്റി എന്ന് പറഞ്ഞാൽ ഭർത്താവിൻ്റെ മരണശേഷം അവൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല, അല്ലേ, ഒന്നിനോടും. അവളുടെ സമാധാനം നഷ്ടപ്പെട്ടു, ഉറക്കം നഷ്ടപ്പെട്ടു, ഫുള്ള് നിരാശയിലായ അവളുടെ ലൈഫ് എന്നാണ് പറയുന്നത്.